നോൺ ഫിക്ഷൻ ബുക്സ് ചിലതൊക്കെ ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചിട്ടുണ്ട്. എന്നാൽ ഫിക്ഷൻ ബുക്സ് അങ്ങനെ വായിക്കാറില്ല. ബട്ട് ആദ്യമായിട്ടാണ് ഒരു ഫിക്ഷൻ, അതും ക്രൈം ത്രില്ലർ, സെക്കൻഡ് ടൈം വായിക്കുന്നത്. ആ ബുക്ക് ഏതാണെന്നും ഞാൻ ആ ബുക്ക് ഫസ്റ്റ് ടൈം വായിച്ചത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഞാൻ ആ ബുക്ക് ഒന്നുകൂടെ വായിക്കാൻ എടുത്തത്, ബുക്കിന്റെ പ്ലസസ് ആൻഡ് മൈനസസ്, പിന്നെ സ്റ്റോറി ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്റെ ഹോണസ്റ്റ് റിവ്യൂ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ദ ബുക്ക് ഈസ് ആൻഡ് ദെൻ ദേർ വർ നൺ ബൈ അഗാഥ ക്രിസ്റ്റി. ഹായ് എവരിവൺ, ദിസ് ഇസ് അന്നപൂർണി. ബുക്ക് റിവ്യൂ, സമ്മറീസ്, റെക്കമെൻഡേഷൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ചാനലാണ്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻ കേസ് ഈ ബുക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങുക. ഇറ്റ് വിൽ സപ്പോർട്ട് മീ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ആൻഡ് ദെൻ ദേർ വർ നൺ വളരെ ഫേമസ് ഓതറായ അഗാഥ ക്രിസ്റ്റിയുടെ പോപ്പുലർ ആയിട്ടുള്ള ക്രൈം ത്രില്ലർ ആണ്. ഈ ബുക്ക് ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് 1939 അതെ, നമ്മളൊക്കെ ജനിക്കുന്നതിന് ഒരുപാട് വർഷങ്ങൾ മുമ്പ് പബ്ലിഷ് ചെയ്ത ബുക്ക് ഇപ്പോഴും ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. ദാറ്റ്സ് ദ പവർ ഓഫ് ബുക്ക്. ഹാറ്റ്സ് ഓഫ് ടു ദ ഓതർ. ഞാൻ ഈ ബുക്ക് എന്റെ കോളേജ് കഴിഞ്ഞ ടൈമിലാണ് ആദ്യമായിട്ട് വായിച്ചത്. അപ്പോഴും ബുക്ക് റീഡിംഗ് അത്ര തുടങ്ങിയിട്ടില്ലായിരുന്നു. ആ ടൈമിൽ നല്ല ഇൻട്രസ്റ്റിംഗോടുകൂടി തന്നെയാണ് വായിച്ചത്. എന്നിട്ട് 15 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ബുക്ക് വീണ്ടും വായിക്കാനായിട്ട് എടുത്തു. ആക്ച്വലി കുറെ മുന്നേ വായിച്ച ബുക്ക് ആയതുകൊണ്ട് കഥ ഒരു ഹൈ ലെവൽ ആയിട്ട് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മോളും അവളുടെ ഫ്രണ്ടും കൂടി വായിച്ചിട്ട് എനിക്ക് ബുക്ക് ഷെയർ ചെയ്തതാണ്. ഞാനും ഒരു ത്രില്ലിന് അങ്ങ് വായിക്കാനായിട്ട് എടുത്തു. എന്നിട്ട് എന്റെ ത്രില്ല് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മോളുടെ ഫ്രണ്ട് കളഞ്ഞു. അവൾ വന്ന് സ്പോയിലർ ഒക്കെ പൊളിച്ചു. സാരമില്ല, എന്തായാലും വായിച്ചേക്കാം എന്ന് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്തു. സ്പോയിലേഴ്സ് അറിഞ്ഞു, സെക്കൻഡ് ടൈം വായന. എന്നാൽ കൂടി ഐ റിയലി ലവ് ദിസ് ബുക്ക് എന്ന് തന്നെ ഞാൻ പറയും. എന്നാൽ പിന്നെ നമുക്ക് ഇനി ബുക്കിന്റെ പ്ലസസ് എന്തൊക്കെയാണെന്ന് കാണാം. ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഈ ബുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. നല്ല ത്രില്ലിംഗ് ആണ്. സ്റ്റോറി പ്ലോട്ട് നല്ല ബ്രില്യന്റ് ആണ്. ഭയങ്കര ക്യൂരിയസ് ആയിട്ടായിരിക്കും നമ്മൾ ഇരുന്ന് വായിക്കുക. കില്ലർ ആരാണെന്നും എന്തിനാണ് ആൾ ഇതൊക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ കില്ലിങ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ഗസ് ചെയ്യാനേ പറ്റില്ല. സ്റ്റോറി പ്ലോട്ട് അത്രയ്ക്ക് സൂപ്പറാണ്. ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ബുക്ക് നല്ലൊരു ട്രീറ്റ് തന്നെയാണ്. നെക്സ്റ്റ്, ഈ ബുക്കിന്റെ മൈനസസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. സ്റ്റോറിയിൽ മൈനസ് ഒന്നും തന്നെ പറയാനില്ലെങ്കിലും ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സ് വായിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി പണിയുണ്ട്. ഈ സ്റ്റോറിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ആദ്യത്തെ കുറച്ച് പേജസിൽ. സോ പല ആളുകള്, അവരുടെ പേര്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് നമ്മുടെ മനസ്സിൽ ട്രാക്ക് ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ്. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ബുക്ക് ആയതുകൊണ്ട് അപ്പോഴത്തെ ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്റ്റൈലിൽ ചിലയിടങ്ങളിൽ ആ ഒരു ഓൾഡ് ഇംഗ്ലീഷ് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര കട്ടി, മനസ്സിലാവില്ല എന്നല്ല, ബട്ട് ഇപ്പോഴുള്ള ഇംഗ്ലീഷ് റൈറ്റിംഗിന്റെ ആ ഫ്ലോ ഇച്ചിരി കുറവായിരിക്കും. സ്റ്റിൽ ഞാൻ ഈ ബുക്ക് ബിഗിനേഴ്സിനും റെക്കമെൻഡ് ചെയ്യും. ബിഗിനേഴ്സ് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് വായിക്കുക. ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് അത്ര മനസ്സിലായില്ല, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് അത്ര പിടികിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, കണ്ടിന്യൂ റീഡിങ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിൽ വരാനായിട്ട് തുടങ്ങും. എന്തായാലും വായിക്കുക. ആക്ച്വലി ഈ ബുക്കിനെ ബേസ് ചെയ്ത് ഒരുപാട് മൂവീസ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്, പല ലാംഗ്വേജസിലൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ഈ ബുക്കിലെ സ്റ്റോറി ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ് കാണാം. പല സ്ഥലത്തുള്ള 10 സ്ട്രേഞ്ചേഴ്സിന് ഒരു അൺനോണിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടുന്നു. അത് ആക്ച്വലി വെറും ഒരു ലെറ്റർ അല്ല, സോൾജർ ഐലൻഡ് എന്ന ഒരു ഒറ്റപ്പെട്ട ഐലൻഡ് വിസിറ്റ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ ആണ്. ആക്ച്വലി ഈ സോൾജർ ഐലൻഡിനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും ആളുകളുടെ ഇടയിലുണ്ട്. അത് ഏതോ ഒരു വലിയ പണക്കാരൻ വാങ്ങിയതാണ്, അതാണ് ഇതാണ് എന്നൊക്കെ. സ്റ്റിൽ ആ പ്ലേസ് ഒരു മിസ്റ്ററി തന്നെയാണ്. അങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയ 10 പേരും ഐലൻഡിൽ എത്തുന്നു. അവർ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അത് തികച്ചും ഒറ്റപ്പെട്ട സ്ഥലമാണ്. വിചാരിച്ച പോലെ കമ്മ്യൂട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെ. എന്നിരുന്നാലും അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ആദ്യത്തെ ദിവസം ഡിന്നർ കഴിക്കാനിരിക്കുമ്പോൾ ഒരു റെക്കോർഡഡ് മെസ്സേജും മുറിയിൽ കേൾക്കും. അത് ഈ 10 പേരുടെയും ഓരോ സീക്രട്സ് ആയിരുന്നു. അതിനുശേഷം ഓരോരുത്തരെയും ആരോ കൊല്ലാനായിട്ട് തുടങ്ങുന്നു. ആരാണ് ആ 10 സ്ട്രേഞ്ചേഴ്സ്? എന്തൊക്കെയാണ് അവരുടെ സീക്രട്സ്? ഈ ഒറ്റപ്പെട്ട സോൾജർ ഐലൻഡിൽ ഈ 10 പേരല്ലാതെ മറ്റാരും തന്നെ ഇല്ലാത്തപ്പോൾ ആരാണ് ഇവരെ കൊല്ലുന്നത്? എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരെയും കൊല്ലുന്നത്? അവർക്ക് ഇൻവിറ്റേഷൻ അയച്ച ആ അൺനോൺ ആരാണ്? ഇതിൽ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുമോ? ഇതൊക്കെയാണ് ആൻഡ് ദെൻ ദേർ വർ നൺ എന്ന ബുക്കിന്റെ സ്റ്റോറി ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ്. മർഡർ മിസ്റ്ററീസ് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ബുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അഗാഥ ക്രിസ്റ്റിയുടെ മറ്റേതെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.